ഞാൻ പോസ്റ്റർ ഇറക്കുന്നതാണ്. എങ്ങനെ പഠിപ്പിച്ചേരെ വേണ്ട, ഞാൻ പറഞ്ഞത് ഡെപ്പോ സ്റ്റാറാണ്. ഇവിടെ ഡെപ്പോ സ്റ്റാറും ഡെപ്പോ സ്റ്റാറും പറയുന്നത് അതിനൊന്നും കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ പറയാം, ഡെപ്പോ സ്റ്റാർ ഡെപ്പോ സ്റ്റാർ ഡെപ്പോ സ്റ്റാർ ഡെപ്പോ സ്റ്റാർ. നീങ്ങല്ലേ നേരത്തെ ബാക്കോട്ടിലൊന്നും ഇവിടെ കൈയടിച്ചു ഇത് കറക്കണ്ട ഫസ്റ്റ് ഇവിടെ നമുക്ക് ഇതാദ്യം പഠിപ്പിച്ചു കൊടുക്കാം. അല്ല ഇത് ഈ ഭാഗം അതെ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ കറക്കിത്തിടുന്നത്. അത് എനിക്ക് അവൻ നടുക്കിൽ പിടിക്കാൻ പഠിപ്പിച്ചത്. ഇവിടെ ഇവിടെ പിടിച്ച് കാണിച്ചാൽ അയ്യോ ആര് മാറ് അൻഷു നമ്മുടെ ഡെപ്പോ സ്റ്റാർ കറക്കിന്റെ ഗുണമാണ് കണ്ടേ. ഞാനേ വീഡിയോയ്ക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഈ സാധനത്തിന്റെ അടുത്ത് തന്നെ നിൽക്കാൻ പാടില്ല. എന്നുവെച്ചാല് ഈ ഡെപ്പോ സ്റ്റാറിന് ഒറിജിനൽ ആയാലും ഡൂപ്പായാലും ഒരു അത്യാവശ്യം ഒരു കാറ്റ് മതി. ഇതെന്ന് വെച്ചാൽ ഞാനിവിടെ നോക്കാണ്ട് എറിഞ്ഞോണ്ടാണ് എനിക്കിത് വന്നിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റത്തെ മിസ്റ്റേക്കാണിത്. ഞാൻ ഇപ്പോൾ കസേരയിൽ കയറി നിന്നിട്ട് കയറാനാണ്. ഇതേ നമ്മുടെ ആയു നമുക്കപ്പോൾ എടുത്തിട്ട് വരാൻ പേരുന്നത്. കസേരയിൽ കയറി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡെപ്പോ സ്റ്റാർ. ഒരു മിനിറ്റ് ഞാൻ കസേര കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഇത്ര ഇരുത്താണ് ഇവിടെ. ശരിക്കും വർക്കാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഫേക്കാണ്, ഫേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാം പറ്റിക്കാൻ വേണ്ടി ശരിക്കും ഇവിടെ പിടിച്ചിട്ട് കറക്കാൻ പാടില്ല, മൂക്കിടാൻ പാടില്ല. തോന്നിയോളം പോകും. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ പിടിച്ചാൽ ആരും എറിഞ്ഞ് പിടിക്കാൻ പാടില്ല, അതൊരു കാര്യമുണ്ട്. അന്നേരം പിന്നെ ആ എറിഞ്ഞത് ഞാൻ കണ്ടില്ല, ഈ വീഡിയോയിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ദൂരം പോട്ടെ, അപ്പൊ എറിയണത് കാണാല്ലോ. നടുഭാഗത്താണ് പിടിക്കുന്നത്. കൊണ്ടുപോടേ, ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. ലൈറ്റ് ഇവിടെ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഡെപ്പോ സ്റ്റാറിന്റെ. ഫുൾ ഈ വശം കണ്ടോ, ഇതിവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചിട്ട് ആ നടുവില് പിടിക്കും. പിന്നും പോയി. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. എൻ്റെ പോലെ കണ്ട, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് കറക്കാൻ ഈ സാധനം കുഴപ്പമുണ്ട്. ഇവിടെ തന്നെ പിടിക്കണ്ട, പക്ഷെ ഇതെന്താ ചെയ്യുന്ന ആയോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അവിടെ ഇങ്ങനെ കറക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് എന്നെ മുന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ചെറിയ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് വേഗം മനസ്സിലാവുന്നു തോന്നുന്നു അല്ലേ? തൊടാൻ പാടില്ല.
കുറച്ച് വലുതാക്കിട്ടുണ്ട്. സാധ്യത കൂടുതലുള്ള എല്ലാവരും കുറച്ച് ഡിസ്റ്റൻസ് ഒരു ആം ഡിസ്റ്റൻസ്, 1 ആം ഡിസ്റ്റൻസ്, 1 ആം ലൈനില്ലേ, 1 ആം ഇത് അത് ചെയ്താൽ മതിയേ. കൈ അടിക്കാൻ മടിക്കാൻ മതി എന്നുള്ളോ അല്ലേ? ഇങ്ങനെ പോകുമ്പോ നിർത്ത, ഇവിടേക്ക് വരുമ്പോ അന്നാലേ ഒരിക്കലും ഇത് വളയാറാണ് ബുദ്ധിമുട്ട്. കുറച്ച് എക്സ്പീരിയൻസ് കുറവായി ഫ്രണ്ടിന് കാണിക്കാം കുറച്ച്, അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ. അങ്ങനെ ഇങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ കറക്കിയിട്ട് ഇത് ഇവിടേക്ക് ഇടുക, സ്ട്രേറ്റ് ആക്കി ഇങ്ങനെ കറക്കിയിട്ട് എറിയുമ്പോൾ കറക്കണേൻ്റെ ഒപ്പം തന്നെ അറിയാം. ഇങ്ങനെ അറിയാം. ഇതിപ്പോ വീണൊന്നും കൂട്ടണ്ട, സത്യം പറഞ്ഞു തരും മനസ്സിലാവില്ല. കറങ്ങൊന്നും ചെയ്യണ്ടാ, കൈ പിടിക്കാത്ത ഇവനൊരു പ്രാവശ്യം നടന്നുണ്ട് അല്ലേ? രണ്ടു ഞാൻ കണ്ടിട്ടില്ല, എന്നാ ഞാൻ ഒരു പ്രാവശ്യം കണ്ടെത്തുള്ളൂ. ഇതിപ്പോ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മളെ ഇങ്ങനെ അറിയാം, മീൻസ് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ 2 ഭാഗം നമ്മള് കറക്കി എറിഞ്ഞു കറക്കുക. ആ കറക്കല് വരുമ്പോൾ ഇങ്ങനെ കറക്കുക, ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാല് കൈ മോളിക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് നന്നായിട്ട് മനസ്സിലാവാം. റിസ്റ്റ് ഇങ്ങനെ തിരിക്കും, കൈ മോളിക്കും തരിക്കും ആക്കും. റിസ്റ്റ് തിരിക്കുക, അങ്ങനെ ചെയ്യാണെങ്കിൽ ഇതാവും. ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോ അവളെ മാമനൊക്കെ നടക്കാൻ അല്ല നമ്മള് ഇതിങ്ങനെ കറക്കിയിട്ട് നമ്മളിങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോ മുകളിലേക്ക് പോകല്ലേ, ആ കരട്ട് നമ്മൾ വെള്ളം പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ തന്നെ ഈ ഡേപ്പോ സ്റ്റാറിന്റെ നടുഭാഗത്തായിട്ട് വരും. ഈ ഭാഗമൊക്കെ വട്ടം ഡേപ്പോ സ്റ്റാറിന്റെ സ്റ്റാർ, അത് ബ്ലാക്ക് ബ്ലൂ, അത് റിയൽ ഡേപ്പോ സ്റ്റാർ ഉള്ളവർക്ക് കാണാം, മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ആ ഫേക്ക് ആണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഫേക്ക് ആണെങ്കിലും കുഴപ്പമില്ല, പഠിച്ചു വന്നാ മതി. ഇവന്റെ അടുത്ത് ചോദിച്ചോക്ക് ഞാൻ എങ്ങനെയാ പഠിച്ചതെന്ന്. ഇവനെ ആദ്യം അവന്റെ അമ്മ കൊണ്ട് ഡെപ്പോ സ്റ്റാർ എങ്ങനെയാ ഈ വരില്ല, ഇതൊക്കെ വേറെ ടവല് വെച്ചിട്ട് മുകളിൽ വെക്കണോണ്ട് തന്നെയാ. ഇത് അവന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാനെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവനെ എന്താ ലഞ്ചിന് നമ്മൾ പാക്ക് ചെയ്യാറില്ലേ സാധനങ്ങള്, അപ്പൊ ഒരു തുണി വെക്കാറില്ലേ, ക്ലോത്ത്, ആ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി, അപ്പൊ ഒരു സ്റ്റാർ വരും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പഠിച്ചു. എനിക്ക് ആദ്യം തന്നെ എനിക്കാദ്യം ഇതും മാത്രം കറക്കറിയുണ്ടായിരുന്നില്ല. കറക്കാൻ സാധാ എന്താ പറയാ ഫേക്ക് ഡേപ്പോ സ്റ്റാർ എനിക്കറിയില്ല. പിന്നെ ഞാൻ അതിങ്ങനെ എന്നും
ചെയ്ത് പഠിച്ചു. വീഡിയോസ് കൂടി കണ്ടപ്പോ ആ ഫേക്ക് പോസ്റ്ററിന്റെ ഇത് ഞാൻ കണ്ടു. എനിക്ക് ഈ പോസ്റ്റർ ഞാനൊരു വട്ടം തൃശ്ശൂര് എന്തോ ചേട്ടന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ഒരു ചേട്ടന്റെ പോസ്റ്റർ മേടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അത്യാവശ്യം ട്രെൻഡിങ് ഒക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ അത് ശരിക്കും നമ്മള് ഒറിജിനൽ ഉള്ളവർക്ക് കുഴപ്പമില്ല, ഒറിജിനൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വാങ്ങിക്കുന്ന അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളുന്നത് ചെയ്യുന്ന അത്ര നല്ലതല്ല. മീൻസ് ഇതന്നെ ചെയ്യണത് നല്ലതല്ല, കുറച്ച് വെയിറ്റും ഉണ്ടാവും. എനിക്ക് മാത്രല്ല, എനിക്കിപ്പോ എക്സ്പീരിയൻസ് എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോ തേലിക്ക് വീഴാൻ പോകുമ്പോഴൊക്കെ എനിക്ക് പിടിക്കും. അത്രയും ഇട്ടാണ്ടാവുമ്പോഴാണ് എനിക്കിപ്പോ 2 വട്ടമായിട്ട് ഇപ്പൊ കൊറേ വർഷമായിട്ട് കൊറേ മന്ത് ആയിട്ട് എനിക്ക് ഇപ്പൊ 2 ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ളത് അല്ലേ. അത് അത്രയും എക്സ്പീരിയൻസ് ആയി എനിക്ക്. അതാണ് സത്യം പറഞ്ഞാലേ നമ്മളെ ലഞ്ച് ബോക്സ് കൊണ്ടുവന്ന ടവലില്ലേ, അങ്ങനത്തെ 2 ടവല് ആ ടർക്കിന്ന് അങ്ങനെയാ പറയാ. എനിക്ക് ശരിക്കും എന്താ പറയണത് ആ ടവലിനാ പറയാ കൂടുതൽ പേര്. ഞാൻ ഇങ്ങോട്ട് വരട്ടൊന്ന് നോക്ക്. ആ ലൈറ്റ് അല്ലെങ്കിൽ വേണ്ട ആ ലൈറ്റ് ഓഫ് ചെയ്തോ. കണ്ട, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ടവലാണ്. ഇതൊരു ടവല് നോക്ക്, ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഒരു ടവല്, ഇങ്ങനെ ഒരു വേറൊരു സ്ക്വയർ പോലെ ടവല്. 6ാം ക്ലാസ്സിൽ നമുക്ക് എന്താ സെമിട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററില് ഒരു ടൈപ്പ് സ്റ്റാർ ഉണ്ട്. ഒരു സ്ക്വയർ ആയിരിക്കും, അതിന്റെ ഇവിടുത്തെ നടുവത്തെ എല്ലാം കളയും, എന്നിട്ട് അവിടെ ഇങ്ങനെ വരയ്ക്കും. അങ്ങനെ നമ്മൾ ചെയ്താ മതി. ഡേ പോസ്റ്റർ കറക്കാൻ സാധാ മതി. ശരിക്കും ഒറിജിനൽ ഡേ പോസ്റ്റർ തന്നെ വെച്ച് കറക്കണ്ട. എന്താണെന്നറിയോ, ഇവിടെ എത്ര നമ്മൾ ടൈൽമേലെങ്കിലും അടിച്ചു വാരി കഴിഞ്ഞാൽ സാധാ ടവല് കുഴപ്പമില്ല. അതൊന്ന് കിഴക്കി പിഴിഞ്ഞാൽ മാത്രം മതി. ഇതാകുമ്പോൾ കുഴപ്പമില്ല. മണ്ണില് ചെല്ലി വീഴാണ്ട് നോക്കിയാ മതി, അത് പ്രശ്നം. എനിക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയാൽ വരെ പിടിക്കാനുള്ളതുണ്ട്. പക്ഷെ അത് നമുക്ക് ചെയ്ത് പോകും. കയ്യിൽ ഇത് കിട്ടിക്കൊടുക്കും. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ 2 കൈ കൊണ്ട് കറക്കാൻ വെച്ചാൽ അത് വേറെ ഒന്നുമില്ല. നമ്മള് ഇതിങ്ങനെ കറക്കുമ്പോ ഇങ്ങനെ പാസ് ചെയ്ത് അതെങ്ങനെയാന്ന് നീ എനിക്ക് കാണിച്ചെന്നില്ലേ? അതിന് ട്രിക്ക് വിടാറില്ല. പാസ് ചെയ്യുന്നില്ലല്ലോ. പാസ് ചെയ്ത് തുടങ്ങി. ഇതതുപോലെ തന്നെയാണ്, പാസിങ് ആണെന്നുള്ളൂ അല്ലേ? ഇങ്ങനെയാണ് പോസ്റ്റർ കറക്കാം. ഇത് ഒറിജിനൽ പോസ്റ്ററിൽ വീട്ടിനുള്ളിൽ വെച്ച് പഠിക്കണ്ട. അതല്ലെന്ന് പറയല്ലോ. ചെല്ലിയില് വീണ അതല്ല, വേറെ കാര്യമുണ്ട്. വീടിനുള്ളിലാവുമ്പോ അത്ര മണ്ണുണ്ടാവില്ല. ഇവിടെ ആകുമ്പോ അത്യാവശ്യം കുറെ മണ്ണുണ്ട്. ഇവിടെ അല്ല, നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള സ്ഥലത്താണ്. ഉദ്ദേശിച്ചതാണ്. വീടിനുള്ളിലാണെങ്കിൽ അത്ര മണ്ണുണ്ടാവില്ല. പക്ഷെ ഉണ്ണികളുള്ള വീട്ടിലൊക്കെ നീക്കി വെച്ചിട്ട് മാറിയൊക്കെ മണ്ണിട്ട് ചെയ്താൽ മതി. ഉണ്ണികളെ കനലുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വീണ്ടും ചിലപ്പോ. നമ്മള് അത്യാവശ്യം ഇതൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം, നിങ്ങളുടെ വീട്ടിലെ പുറത്തെ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ട് ചെടികൾ നടിക്കാൻ അതിന്റെ അടുത്ത് പോയിട്ട് ചെയ്യല്ലേ. നോക്ക് നമുക്ക് കണ്ടതന്നെ അറിയാം. പക്ഷെ ഇതിന് കുഴപ്പമില്ല കേട്ടോ. ഇതിലിപ്പൊ ചെളിയായിട്ടില്ല. ഇത് വെള്ളത്തിലാണെങ്കിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്. ചവിട്ട് മാത്രം അറിയുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ നിങ്ങൾ കണ്ടില്ല, ആ തുളസിന് അതിന്റെ മുകളിൽ വീണ്ടും ശരിക്കും. അത് കാരണം ഭാഗ്യം. അല്ലെങ്കിൽ ഇതൊരു ചെളി, എനിക്കിത് ചെളി കഴുകാക്കാൻ അറിയില്ല കേട്ടോ. ശരിക്കും ചെളിയത്
എനിക്ക് അറിയാതെന്ന് വെച്ചാൽ എനിക്കിതുവരെ ചെളിയിൽ വീണിട്ടൊന്നും അതുമില്ല. അതാകെ ആ ടർക്കിയാണ്, ആ ടർക്കി ഫേക്ക് അത് മണ്ണിൽ വീഴുമ്പോ അപ്പൊ തന്നെ വേഗം ഇട്ട് വെള്ളം ഒഴിക്കുക, പിഴിയുക, വെള്ളം ഒഴിക്കാൻ പിഴിയുക, അങ്ങനെ 4 വട്ടം ചെയ്താൽ മതി. പിന്നെ ബിഗിനേഴ്സിന് ഫേക്ക് ഉപയോഗിച്ചാൽ മതി, അത് ഉറപ്പാ അല്ലേ? ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി, അപ്പാണോ എനിക്കെൻ്റെ ഒറിജിനൽ. നിങ്ങള് പുറത്ത് നിന്ന് പഠിക്കുന്നതാണ് ഞാൻ പറയണത്. ഒറിജിനല് ഡേ പോസ്റ്റർ ഉള്ള ആൾക്കാർ റൂമിനുള്ളിൽ നിന്ന് ചെയ്താൽ മതി. സത്യം. ഹാളിൽ ചെയ്തോ, പക്ഷെ കുഴപ്പമില്ല. എന്ന് വെച്ചാല് എന്താ അകത്ത് റൂമിനുള്ളിൽ ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നുവെച്ചാൽ അത്രയും ഇത് നമ്മള് കറക്കറിയാം. ഇപ്പൊ എനിക്കൊന്നും ഡേ പോസ്റ്റർ മര്യാദ കറക്കറിയുണ്ടായിരുന്നില്ല. ഒറിജിനൽ ഞാൻ ഇങ്ങനെയൊക്കെ കറക്കാൻ പഠിച്ചിട്ടാണ് ഞാൻ കറക്കാൻ പഠിച്ചത്. പിന്നെ ഈ വീഡിയോസ് കടയിൽ ഞാൻ ഇങ്ങനെ കറക്കി അല്ലാണ്ട് ശരിക്കും ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ ശരിക്കും കറങ്ങി കയ്യിന്നൊക്കെ പോകും. പിന്നെ ഞാൻ അവരെ വീട്ടിൽ ചെയ്ത് കണ്ടിട്ടൊക്കെയാണ് ഞാൻ ശരിക്കും പഠിച്ചത്. അത് സ്ലോ മോഷനിൽ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. റെഡി കിട്ടിയത് കുഴപ്പമില്ല. ഇതുപോലെ ഇതങ്ങനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിക്കും, അതാണ് വേറെ. അത് അടിക്കണത് ഇതിങ്ങനെ കറക്കിടാറുണ്ട്. ഇവിടെ ഇത് 3 ഉണ്ട്. ഇതിൽ നിന്ന് ഒരുമിച്ച് ഉണ്ട്. ഇതാ പറഞ്ഞത് കയ്യിലും പണി കൂടുതല. എക്സ്പീരിയൻസ് എല്ലാവർക്ക് കണ്ണിലും ഉണ്ടാ പനി കൂടുതല്. കണ്ണിലല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണ് പെട്ടെന്ന് കണ്ണു കുത്തുക. കണ്ട ഇതിങ്ങനെ കുറെ നേരം കറക്കുമ്പോൾ നിങ്ങളുടെ കൈക്ക് ഇത് ലോക്കാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇത് സ്ലോ ആക്കി ഇപ്പൊ കയ്യിൽ ഇങ്ങനെ ചുറ്റുന്നു. നമുക്ക് മര്യാദക്ക് പഠിക്കുമ്പോൾ നമുക്ക് മര്യാദക്ക് ശരിയാക്കണം. അത് കുഴപ്പമില്ല, പഠിച്ചാൽ മതി, അത് കുഴപ്പമില്ല. പിന്നില്ലേ വേറെ കാര്യം, റൂഫിന്റെ ടോപ്പിൽ വെച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. അയ്യോ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ ഷീറ്റ് കണ്ടതല്ലേ? ആ ഈ സീറ്റ് ആ ഷീറ്റിക്ക് ഒരു വട്ടം ഞാൻ കേറിയുണ്ട് അല്ലേ? ആ എടുക്കാനത് ഞാൻ കാരണാണ് പോയത്. ഞാൻ കാരണത് ഞാൻ ഇങ്ങനെ വെറുതെ ചെയ്തന്നെ. ചിക്കടു ആ കാണിച്ചു കൊടുത്തേ ഞാൻ ഇങ്ങനെ ചെയ്തേന്നു. അവളെ അവിടെ ഇവന് ഇതിങ്ങനെ കറക്കുക. അത് നേരെ ആത്തേക്ക് പോയി. നോക്ക് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇറക്കില്ലേ? ആ പിന്നെ പിന്നെ ഇങ്ങനെ ഇറക്കില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം അങ്ങനെ കറക്കാൻ പറ്റില്ല. നോക്കിയിട്ട് കത്ത് അല്ല വണ്ടി ഒന്ന് വിളിച്ചാലോ? അതെ നമ്മളിങ്ങനെ പിന്നെ വേറെ കാര്യം, ആ അറ്റത്തിന് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു മരം ഉണ്ടെങ്കിൽ ആള് ചോദിക്കിയത് ആ മരത്തിന്റെ വീണ്. ഗൈസ് വേറെ സത്യം പറയാം, ഇവിടെ കണ്ട ഒരു വലിയ മരം ഉണ്ട്, ഇവിടെ അവിടെ ഒരു വലിയ മരം ഉണ്ട്. കുഴപ്പമില്ല, ചില്ലില് കൊണ്ട പെട്ടെന്ന് എടുക്കാം. അങ്ങനത്തെ മരം കണ്ട പിടിക്കോ പിടിക്കോ. ഈ ഫാസിലിറ്റി വർക്കാവില്ല. ഈ മരം ഈ സൈഡാണ് ഏറ്റവും കുഴപ്പം. ഇവിടേക്ക് വരുമ്പോ നോക്കും, ഇവിടെ നിന്ന് നേരെ നോക്കി കൊറേ ചില്ലകളുണ്ട് ഇടയില്. കണ്ട അങ്ങനെ കുറെ ചില്ലകൾ അവിടെ ഉണ്ട്. അത് കാരണം എന്ത് വേണ്ടാലും പിന്നെ ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യണം. പിന്നെ അവിടെ മേടിച്ചവർക്കെടുക്കാൻ നല്ല പണിയായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആ നമ്മളെ വീടിന്റെ അവിടെ ഒരു മരല്ലേ, അവിടുത്തെ റൂഫിന് ഇത് കറക്കിയാ മതി. അത് ഇങ്ങനെ പോയിട്ട് അവിടെ വിടും. അത് നല്ല കാറ്റൊന്നല്ല, അതിന് വിടലോ, അത് വേറെ കാര്യം. ആ ഒരു ദിവസം നമ്മൾ ആ മറ്റേ എന്തു തരുന്നു സ്കൈ റോക്കറ്റ് പറപ്പിച്ചില്ലേ നമ്മളൊരു സാധനം, നമ്മൾ മറ്റേ വലിച്ചോടുന്ന സാധനല്ലേ കറങ്ങിട്ട് കയ്യിലിരുന്നത്. അതൊരു പ്രാവശ്യേ വിട്ടതാ. ഞാനാണ് വിട്ടത്. ഞാനാണ് ഒരു വട്ടം ഫസ്റ്റ് അവിടേക്ക് പോയിട്ട് ആ സോളാറിന്റെ
അവിടെ ഒരു കൊമ്പോൾ സാധനം കഴിഞ്ഞ അറിയില്ല. ആ മറ്റേത് എന്റെ പറയുന്ന എന്തിട്ടായിരുന്നു കോപ്പർ റോഡ് നമ്മൾക്ക് ഞാൻ മൈൻക്രാഫ്റ്റ് ഒന്ന് പഠിച്ചതാണ്. കോപ്പർ റോഡിന്റെ മോളിക്ക് പോയതാ. ആലോചിച്ച് നോക്കിയാൽ എന്ത് പവറിലായിരിക്കും വിട്ടിട്ടാണ്. പക്ഷെ ഒന്നും തന്നെ റബ്ബർ പാൻറ് വന്ന് കഴിക്കടിക്ക് സ്മൂത്തായി മരത്തിന് ഇടല് ചെറുപ്പി അത്ര. പക്ഷെ അതങ്ങനെ വിട്ടതാണ്. അത് നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെ വേറെ കാര്യം, ഞാൻ അന്ന് വിട്ടില്ലേ നേരക്കാനാണ്ടേ നമ്മളും ഷീറ്റിലെ മോളെ പോയി വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഇതില്ലേ നോക്കുമ്പോ ഉണ്ടാവും വീടിന്റെ ബാക്കില് സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് നിങ്ങൾക്കറിയാലോ ഞങ്ങളെ മണ്ടിന്റെ കാര്യം. അപ്പൊ ഇത് ശരിക്കും ഞങ്ങളിത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു പണ്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നടുക്കിൽ കളം വിളിച്ച അടിയ ഞങ്ങളുടെ അതിനാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്. ആ വീഡിയോയില് ആ ദിവസത്തെ വീഡിയോയിലായിരുന്നു നമ്മളെ പമ്പരം കൊണ്ട് കളിച്ചത്. അത് ശരിക്കും അന്നല്ല നമ്മൾ വീഡിയോ എടുത്തില്ല. വേണമെന്ന് വെച്ചെടുത്തല്ല. അത് ഞങ്ങളുടെ ഇവന്റെ അമ്മ എന്താ പറയാ വീഡിയോ വെറുതെ ഇങ്ങനെ മണ്ണിലടിക്കുമ്പോ വീഡിയോ എടുക്കാൻ ബിയായു എന്നെ ശല്യം പെടുത്തിയേ. എന്നാലും സാരല്ലേ, ഇവിടുന്ന് പോയിക്കോ, പ്രശ്നാവും. എന്റെ ബാക്കിൽ നിന്നു അത് കുഴപ്പമില്ല. എന്റെ അടുത്തേക്ക് വന്ന പിന്നെ ചില ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കയ്യിൽ കുടുങ്ങുള്ള വേറെ കളികൾ ഇങ്ങനെ കറക്കുമ്പോ വേറെ ആൾക്കാരനെ നോക്കി ഇതാക്കുമ്പോ അറിയാത്ത ആൾക്കാരനെ നോക്കി ഇത് കറക്കുമ്പോ ഇതിങ്ങനെ പോകും. ഇത് ജോയിന്റ് ഇതാവാൻ മരിക്ക് ഇതാവുന്നു. ഇതിങ്ങനെ ആദ്യത്തെ രണ്ടെണ്ണം ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ ആക്കിയാലും പറയാൻ പറ്റില്ല. പക്ഷെ മാത്രമൊന്നും പറ്റും. പക്ഷെ ഞാൻ രൂപമൊന്നുമില്ലാത്ത പറഞ്ഞു. ഇവൻ മിഡിലാണ്, പ്രോന്റെ നൂബിന്റെ ഇടയിലാ അല്ലേ? ഞാൻ അത്യാവശ്യം പ്രോയാണ്. പക്ഷെ ഞാനാ നൂബ് ഇതില്, അത് വേറെ കാര്യം. എന്തായാലും ഞാൻ അന്ന് കറക്കിയത് എങ്ങനെയാന്ന് കണ്ടതല്ലേ. ലാസ്റ്റ് നമ്മള് എന്റെ ഒപ്പം നോക്കുവേ. നാല് സെക്കൻഡ് പാട്ട് ഉണ്ടാവേ. ഓക്കെ ബൈ. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എന്റെ കഴുത്തിന്റെ ഇടയിൽ കൂടി ഇട്ട് കാണിച്ചു നോക്കിപ്പോ ഫസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഇവിടത്തല്ല ഇങ്ങനെ. അപ്പൊ ഇവിടെ കഴിക്കും അതിങ്ങനെ ഇട്ടിട്ട് കൈ മുറിക്കൊന്നും പിടിക്കും. ബൈ. 4 പാട്ടും ഉണ്ടാവും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോ. പാർട്ട് 3 ഉണ്ടാവും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കോമന്റ്സ് ഇടണം. ബെൽ ലൈക്ക് ഇടാൻ മറക്കരുത്. ബൈ.